യു മിസ് അല്ലേ? അത്രയ്ക്ക് ഇഷ്ടമാണോ കൂട്ടുകാരിയെ? വർഷയ്ക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ. തങ്കത്തിങ്കൾ തേരേറി വന്നപ്പൂവിൻ തേൻ തേടി തുങ്കൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാതെന്തേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പോൾ സമയം ഇപ്പോൾ വന്നിട്ട് 7 മണിയായിട്ടുണ്ട്. ഇന്ന് എൻ്റെ അഞ്ചുവിൻ്റെ കല്യാണമാണ്. സോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. കാരണം ഞാൻ പഠിച്ചതൊക്കെ കുറച്ച് ദൂരമായിരുന്നല്ലോ. ഇവളുടെ വീടും അത്യാവശ്യം പോകണം. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങണം. എനിക്ക് 1/2 മണിക്കൂറേ ഉള്ളൂ പോകാൻ. 7:30 ഇറങ്ങിയാൽ 12 മണിക്കാണ് കല്യാണം. അപ്പം കുറച്ച് നേരത്തെ എനിക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. സോ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. കാരണം ക്ലാസ്സിൽ ഇങ്ങനെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു എനിക്ക് ഒരു ക്രഷ് ഉണ്ട്, ചേട്ടത്തി ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നൊക്കെ പറഞ്ഞ് നമ്മള് ഭയങ്കര അങ്ങനെ. അപ്പം ഇന്ന് അവരുടെ കല്യാണമാണെന്ന് അയ്യോ എന്ത് പെട്ടെന്നാണല്ലേ സമയം പോകുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഓരോരുത്തരോരുത്തായിട്ട് ഇതാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കല്യാണം കഴിക്കാനൊക്കെ പ്രായമായില്ലേ അങ്ങനെ. സോ ഞാൻ രാവിലെ കുളിച്ചു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു ആക്ച്വലി. അപ്പം ഇവിടെ നല്ല തണുപ്പാണ് രാവിലെ. സോ ദാറ്റ് ഇസ് വൈ ഐ ആം വെയറിംഗ് ദിസ്. ഓക്കെ, എനിക്ക് ഗെറ്റ് റെഡി പിക്നിക് എടുക്കാനുള്ള സമയമില്ല. സോ ഞാൻ കിട്ടുന്നതൊക്കെ വെച്ചിട്ടൊരു വ്ലോഗ് ആക്കാം. സോ നമുക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ എന്നിടാൻ പോകുന്ന ഡ്രസ്സ്. ഭയങ്കര കളറല്ലേ, എനിക്ക് ആക്ച്വലി നിറം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പം സോ ഞാൻ ഒരുങ്ങിയിട്ട് നമുക്ക് കാണാം. ഹലോ, ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. പക്ഷെ എൻ്റെ എനിക്ക് മുടി കെട്ടുന്നതിൽ ഐ എം നോട്ട് എ പ്രോ. സോ ആദ്യം മുടി ഒന്ന് ഓണം കെട്ടി എന്നിട്ട് എനിക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഇറങ്ങാൻ പോവാണ്. സോ അപ്പോൾ നമ്മൾ അഞ്ജുവിൻ്റെ കല്യാണത്തിന് വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ നമ്മള് ലേറ്റ് ആണല്ലേ? അതെ, സമയം എനിക്കൊന്നും നേരത്തെ എല്ലാ കല്യാണത്തിനെ അപേക്ഷിച്ച് ഞങ്ങളെന്ന് കുറച്ച് നേരത്തെയാണ് ഗൈസ്. അപ്പം ഞങ്ങൾക്ക് ദാഹിക്കുന്നു. എത്രയോ വണ്ടിയിൽ വന്നിറങ്ങാൻ തന്നെ മണിക്കൂറുകൾ എടുക്കും. സോ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നേരമായി, അല്ല നാളായല്ലേ, മാസങ്ങളായി, എനിക്കൊന്ന് വർഷങ്ങളായി. അപ്പൊ സദ്യയൊക്കെ വളർന്നു വെച്ചേക്കുന്നല്ലേടി, അതേ ഭയങ്കര മണം. കല്യാണം കഴിഞ്ഞാൽ നീലിമ നോക്കൂ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. പ്രേതത്തിന്റെ കാര്യം ഇതാരാണ്? 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 ഇവന്റെ നീളത്തിന് എനിക്ക് വേറെ എന്തൊരു പാട്. അപ്പം ഇതാണ് കല്യാണം കഴിഞ്ഞാൽ 4 പേരല്ലേ കല്യാണം ശില്പമാണ്. ഇതാണ് നമ്മുടെ ഡ്രസ്സ് അല്ലേ ശില്പ? കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ടാണ് അഞ്ജു. അപ്പം അവളുടെ കല്യാണം ആയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, നമ്മുടെ കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കി കളിച്ചിരിച്ച് നടക്കുന്ന ഒരാൾ കല്യാണം എന്നൊക്കെ പറയുമ്പം നമുക്ക് ആദ്യം ഒരു അയ്യോ കല്യാണം കഴിക്കാറൊക്കെ ആയോ എന്നൊരിതാണേ. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു വ്യക്തി ആരാന്ന് വെച്ചാൽ ഞാൻ പറയും അഞ്ജു ആണെന്ന്. അപ്പം ഇവള് എപ്പോഴും അമ്പലത്തിൽ പോകുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അമ്പലത്തിൽ പോയി സ്റ്റാർട്ട് ചെയ്തൊരു ലവ് സ്റ്റോറിയാണ് ഇവരുടേത്. അപ്പം അത് കേട്ട് ഇപ്പോൾ അവരുടെ കല്യാണം ഇങ്ങനെ കാണുമ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു
എന്നൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ അവൾക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം അവളുടെ മുഖത്തുണ്ട്. അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അവൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം അങ്ങനെ ഒരു പാർട്ട്ണറിനെ കിട്ടാനും അതുപോലെ തന്നെ അവളുടെ കസിൻസ് ആണെങ്കിലും അവളുടെ വേറെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം എന്തുകൊണ്ട് നോക്കിയാലും അവൾ നല്ല ബ്ലെസ്ഡ് ആണ്. അതുപോലെ തന്നെ നല്ലപോലാണ് ബ്യൂട്ടീഷ്യനൊക്കെ ഒരുക്കി. നല്ല രസമായിരുന്നു. ഫോണിലൂടെ കാണുന്നതിനേക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു അവരെ നേരിട്ട് കാണാനായിട്ട്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടിലൊരു പാട്ടാണ് കേട്ടോ, അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോട് നീ. അപ്പോൾ അവളുടെ ബ്രൈഡൽ എൻട്രി സമയത്ത് ഈ ഒരു സോങ് വേണം എന്നുള്ളത് ഇവളുടെ ആഗ്രഹമായിരുന്നു. സോ ആ പാട്ടായിരുന്നു കേട്ടോ ഇവർ ഡാൻസ് കളിച്ച സോങ്സ് എല്ലാം. അതും പിന്നെ വേറെ 2-3 പാട്ടുകളായിരുന്നു. சூடும் போல கரையிற உன்னால கண்ணாடி வல முன்னாடி விழ என் தேகம் மெலிஞ்சாச்சு கல்யாண வரம் உன்னால பேரும் அண்ணால நினைச்சாச்சு சின்ன வயசுக்குள்ள கண்ணி മനസ്സുക്കുള്ള വണ്ണ കനവ് വന്നതേ. എൻ്റെ ബാഗ് ഇതാ. അപ്പോൾ നമ്മൾ എവിടെ പോവാണ്? ഗായത്രിയും ഞങ്ങളും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഓക്കെ, ബാക്കിയുള്ളവരുണ്ട്. പതിവുള്ളത് പോലെ തന്നെ ഫുഡ് കഴിക്കുന്നിടത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യത്തെ പന്തിയിൽ കയറിയിട്ട് ഞങ്ങൾ നാണം കെട്ട് തിരിച്ചിറങ്ങേണ്ട അവസ്ഥ വന്നു. കാരണം ഞങ്ങൾ അത്രയ്ക്ക് ഫോട്ടോ എടുത്തു വെളിയിൽ നിന്ന്. അങ്ങനെ അവസാനം ഞങ്ങൾ ഉന്തിത്തള്ളി ഫുഡ് കഴിക്കുന്നിടത്ത് കയറി. എന്താണ് ശില്പ കഴിക്കണത്? ഇടിച്ചു തള്ളി കയറിയല്ലേടി? ഇടിച്ചു തള്ളി കയറി. അതെ, നമുക്ക് അതെ നീലിമ. ഓ ആയിക്കോട്ടെ. കുറേ കറികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പൈനാപ്പിൾ കൊണ്ടുള്ള എന്തോ സാധനമായിരുന്നു. എനിക്ക് പൈനാപ്പിൾ അലർജി ഉണ്ട്, കഴിക്കാൻ പറ്റിയില്ല. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗായത്രി ഹോസ്റ്റലിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തെ പ്രേതത്തിന്റെ കഥ അത് അവൾ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവാ. അടുത്തത് നമ്മുടെ ആശാന്റെ കല്യാണത്തിനായിരിക്കും നമ്മളവിടെ ഒന്നിച്ചു. അതെ അതെ അതെ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ അത് പോട്ടടാ.